ചേട്ടാ നമ്മുടെ ഇപ്പം ഞങ്ങളൊക്കെ ന്യൂജൻ കാലഘട്ടത്തിലുള്ളത് ന്യൂജൻ എന്ന് പറയാം. ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് അന്നത്തെ കാലം അറിയാം, ഇന്നത്തെ അറിയാം. അപ്പോൾ സിനിമകളുടെ പ്രചാരണം എന്ന് പറയാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നത് ഇന്ന് മാക്സിമം സോഷ്യൽ മീഡിയകളിലും, അതായത് ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ എല്ലാ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമയ്ക്ക് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുക. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഇത്തരം പബ്ലിസിറ്റികളുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ ചിലപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയും സിനിമയ്ക്ക് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നുണ്ട്, ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. നല്ല അതെ, ആ രീതിയിൽ ഉപയോഗിക്കും. അപ്പം അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ ആ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് അതിൽ മുസ്ലിം വിരുദ്ധതയുണ്ട് എന്നാണ്. ആദ്യം തന്നെ ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ചേട്ടൻ കേട്ടിരുന്നോ? സത്യം പറയാമല്ലോ, ഇങ്ങനെ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഈ വിവാദം വന്നു, നമ്മൾ രാവിലെ കാണുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്, സോഷ്യൽ മീഡിയയിൽ പരതുമ്പോഴാണ് അറിയുന്നത്. വീട്ടിൽ പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കരമായ എതിർപ്പിനെ തുടർന്ന്, വിമർശനം തുടർന്ന് നിർമ്മാതാക്കൾ തൽക്കാലം അതിൻ്റെ പ്രദർശനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മാരും കേട്ടിട്ടില്ല. ഇനി ശരി, സിനിമ നമ്മൾ കേട്ടിട്ടില്ല എന്ന് ഇരിക്കട്ടെ. ഒന്ന്. രണ്ട്, ഈ സിനിമയുടെ പേരിൽ വലിയ വിവാദം ഉണ്ടായാലേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വെറുതെ ഇരിക്കും? അത് വലിയ വിവാദമാവില്ലായിരുന്നു. നമ്മളാരും അറിയുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇവർ പറയുന്നത് ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടാണ്, എന്തോ ഒരു കബറടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇസ്ലാം വിരുദ്ധമാണെന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് ആളുകൾ ഭയങ്കരമായി പ്രതിഷേധിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്ന്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ പിന്മാറുന്നു എന്നാണ് ഇതിൻ്റെ സിനിമയുടെ ആളുകൾ പറയുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചിലർക്കാരല്ല, സണ്ണി വെയിനും ഹരിശ്രീ അശോകനും ഒക്കെ പ്രധാനപ്പെട്ട നടന്മാർ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല, ഈ പ്രതിഷേധം നമ്മൾ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല സംവിധായകന് നേരെ വധഭീഷണി ഉണ്ടാകുന്നു എന്നാണ് വാർത്തയായിട്ട്, അല്ല അവര്, അതായത് സംവിധായകൻ പറഞ്ഞതായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വീട്ടിൽ ബലറാം ഈ പറഞ്ഞ പോലെ പുള്ളി അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകും, സ്വാഭാവികം പോലീസ് കേസ് എടുക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാൻ ഇവർ തയ്യാറാകേണ്ടതല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ഒരു സാധ്യത എവിടെയെങ്കിലും കേട്ടിട്ടില്ല. അപ്പം ശരിക്കും ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് തന്നെ സിനിമയ്ക്ക് പ്രചാരണം കൊടുക്കുകയാണ്. നമ്മൾ തീർത്തും നമ്മളത് സമ്മതിക്കുന്നെങ്കിൽ പോലും അതിന് സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും വിറ്റുവാൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാം വിരുദ്ധത പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് എന്തെങ്കിലും ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, അതൊരു വശം. പക്ഷേ എന്നിട്ട് അതിൻ്റെ പേര് പറഞ്ഞ് ഈ സിനിമ ഞങ്ങൾ തൽക്കാലത്തേക്ക് പ്രൊസൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിടത്താണ് VT ബലറാം ചൂണ്ടിക്കാട്ടിയ സംശയം വരുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഈ സിനിമയെക്കുറിച്ച് ചർച്ചയായി. അതായത് സിനിമ എന്താ, ഇപ്പം നമ്മൾ പോലും ഈ ഒരു വിഷയം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ സിനിമ പിൻവലിച്ചതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇതിന്റെ നിർമ്മാതാക്കൾ ഇതിന്റെ പിന്നണിയിൽ കണ്ടിരിക്കുന്ന ഉദ്ദേശം അതാണെങ്കിൽ. കുറെ നാൾ മുമ്പ് ഓർമ്മയുണ്ടായിരിക്കും മീശ നോവലെ ബന്ധപ്പെട്ട് വരുന്ന വിവാദം. എസ് ഹരീഷിന്റെ മീശ എന്ന് പറഞ്ഞ നോവൽ മാതൃഭൂമിയിൽ സീരിയസ് വന്നു. 3 ലക്കങ്ങളായപ്പോൾ തന്നെ വലിയ പ്രതിഷേധമായി. അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ കുറിച്ച് എന്തോ അശ്ലീലമായി പറഞ്ഞു എന്ന് പറഞ്ഞാണ് അന്ന് പ്രതിഷേധം ആരംഭിച്ചത്. പിന്നീട് അത് മാതൃഭൂമി അത് നിർത്തിവെച്ചു, അതിൻ്റെ പ്രസിദ്ധീകരണം പിന്നെ തുടർന്നില്ല. പക്ഷേ പിന്നീട് DC ബുക്സ് ഇത് പുസ്തകമായി പുറത്തിറക്കി, അതിന് വയലാർ അവാർഡ് കിട്ടി, ഭംഗിയായി പോവുകയും ചെയ്തു. ഒരു പക്ഷേ മാതൃഭൂമിയിൽ എത്രയോ നോവലുകൾ വരുന്നുണ്ട്, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാതെ, മാതൃഭൂമി സ്ഥിരം വായിക്കുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ. പക്ഷേ ഈ മീശ എന്നുള്ള വിഷയം വന്നപ്പോഴത്തേക്കും, അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് തർക്കം വന്നപ്പോഴത്തേക്കും വ്യാപകമായ ആ പുസ്തകത്തിന് പബ്ലിസിറ്റി കിട്ടി. ഇപ്പം EP-യുടെ പുസ്തകം, EP-യുടെ ആത്മകഥ, കട്ടൻ ചായ, അതിൻ്റെ പേരിന് അതാണോ നമുക്കറിയില്ല. EP പറയുന്നത് അങ്ങനെയൊന്നും അല്ലെന്ന് EP പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു PR രീതിയാണ്. നേരത്തെ ജസ്റ്റ് എൻ്റെ ചോദിച്ച പോലെ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ പിന്നെ അത് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതി ഇത് പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ പണ്ട് ഇത്തരം പരിപാടി ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഒരു കാലത്ത് ചില സിനിമാ നിർമ്മാതാക്കൾക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നു എന്നാണ്. ഇവർ ഇന്നത്തെ പോലെ ഇങ്ങനെ വർഗീയ വിഷയമൊന്നും എടുക്കില്ല. അന്ന് വർഗീയത ആരും ചിന്തിക്കില്ലല്ലോ. ഇന്ന് നിർമ്മാണ സിനിമ എടുക്കാൻ പറ്റും ആർക്കും. അപ്പം അന്നൊരു വിഷയമേ അല്ല. അപ്പോൾ ഇതിൽ ഇവർ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം കണ്ടെത്തും, ഈ സിനിമയിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടൊരു കേസ് പഠിപ്പിക്കുക, ഈ സിനിമ വിലക്കണമെന്നൊക്കെ പറയുക. അപ്പോൾ അന്ന് പ്രിന്റ് മീഡിയ ഉള്ള കാലമാണല്ലോ, TV ഇല്ല, വലിയ വാർത്ത വരും ആ സിനിമ. അപ്പോൾ ആളുകൾ ഇതിൽ എന്തോ സംഭവം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. വേറെ ചില സിനിമകളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ അശ്ലീലത്തിൻ്റെ അതിപ്രസരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ 70കളിലൊക്കെ അങ്ങനെ പറയും. അപ്പം ആൾ ചേട്ടാ ഈ സിനിമ അത്ര അശ്ലീലം ഉണ്ടോ, എന്നാൽ പിന്നെ കണ്ടുകളയാം എന്ന് വിചാരിക്കുന്ന, അന്ന് ഇതുപോലെ ഇന്നത്തെ പോലത്തെ ഈ അശ്ലീലം കാണാനുള്ള സംവിധാനങ്ങൾ ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നൊരു കാലത്ത് ആളെ ഇടിച്ച് കയറുമായിരുന്നാണ്. അപ്പോൾ കോടതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും പോകുന്നു, അയാൾ പിന്നെ അയാൾ കേസ് പിൻവലിക്കുന്നു. ഈ കോടതി പോകുന്നത് നമ്മൾ അറിയുന്നുള്ളൂ, പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അന്ന് തന്നെ ഈ സിനിമയിൽ ഇത്തരം ഒരു പരിപാടി പണ്ടും ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ പലപ്പോഴും ഭീഷണി ഉയരാറുണ്ടെന്നുള്ള സത്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പല സിനിമകൾക്ക് നേരെയും ഭീഷണി നേരത്തെ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അവരാരും തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇന്നിപ്പം ദിവസം 28, ഇന്നലെയാണ് ഇവർ ഈ സിനിമ പിൻവലിക്കുന്നത് അറിയിച്ചത്. അതായത് 22-ാം തീയതി ഇറങ്ങിയ സിനിമ 4 ദിവസം കൊണ്ട് ഇത്രമാത്രം വിവാദം ഉണ്ടാകും
എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അറിയുമല്ലോ. നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ വാർത്തകളിലൊക്കെ നമ്മളെപ്പോഴും നമ്മൾ ആ ലോകത്ത് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെങ്കിലും വിളിച്ചു വരെ ഇങ്ങനെ സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ സിനിമയിലുള്ള നമുക്ക് എത്രയോ സുഹൃത്തുക്കൾ നമുക്കുണ്ട്, അവരൊക്കെ നമ്മൾ വിളിച്ചു പറയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ആരാണ് അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് അറിയില്ല. ചില ഭീഷണിപ്പെടുത്തി കാണുമായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇത്തരം വിഷയം വരുമ്പോൾ. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് സിനിമ പിൻവലിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല. അതൊരു കലാരൂപം എന്നുള്ള നിലയിൽ അവർ ചെയ്തത് ശരിയായ നടപടിയല്ല. അത് അവരെ എങ്ങാണ്ട് സമ്മതിക്കും പോലെ ആയി പോയില്ലേ ഈ സിനിമയിൽ എന്തോ മോശപ്പെട്ട കാര്യമുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ആ സിനിമയുടെ സംവിധായകൻ പുതിയ ആളാണോ സംശയമുണ്ട്. നമ്മളധികം നവാഗതനാകുന്നു. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ സിനിമ എടുക്കുന്നുണ്ട്, ഒരുപാട് വിവാദ വിഷയങ്ങൾ ഇപ്പോൾ സിനിമയാകുന്നുണ്ട്. അതിനൊന്നും പല എത്രയോ വിമർശനം വന്ന എത്രയോ സിനിമകൾ കുറച്ചാൾ മുമ്പൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ സിനിമ തെറി വിളിച്ചു എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ടല്ലോ, ചുരുളി, അതുപോലെ ബിരിയാണി, നമ്മൾ പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടുപോയിട്ടുള്ള സിനിമകളാണ്. പക്ഷെ അവരാരും തിയേറ്ററിൽ നിന്ന് ആ സിനിമ പിൻവലിച്ചിട്ടില്ലായിരുന്നു. അവരാ സിനിമ ഓടിച്ചു. അത് ഒരുപക്ഷെ ഇത്തരം ഈ വിമർശനമൊക്കെ വന്നത്, പക്ഷെ അന്ന് ശരിക്കും ചുരുളിക്കും ബിരിയാണിക്കൊക്കെ നേരെ സമൂഹത്തിൽ വിമർശനം ഉയർന്നിരുന്നു. നമ്മളല്ലാതെ അതൊരു ആ വിവാദം ഒരു വശത്തെ കൂടി സിനിമ മറ്റൊരു വശത്തെ കൂടി അങ്ങ് പോയി. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചെന്തിനാണെന്നൊക്കെ മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു രീതിയാണ് ഇപ്പോൾ സിനിമ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് കലാരൂപം പുറത്തു വന്നാലും അതിലെല്ലാം വർഗീയത കണ്ടെത്തുകയും ഇത് ഇന്ന പറഞ്ഞിരിക്കുന്ന ഇത് വർഗീയത സൂചിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ആ വർഗീയത ചൂണ്ടിക്കാണിക്കുന്നതിൽ അവിടെ തന്നെ വ്യത്യസ്ത നിലപാടുകൾ സത്യം പറഞ്ഞ ഇന്ന് ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. കാരണം ഇപ്പം ഒരു വിഭാഗത്തെ അടിച്ചാക്ഷേപിക്കുകയല്ല എങ്കിലും നമുക്ക് ചില വിഭാഗക്കാരുടെ സിനിമകൾ വരും, അത് മാത്രം എന്താണ് ഇതുപോലെ കുറച്ചും കൂടി അധികമായി വിമർശിക്കപ്പെടുകയും മറ്റുള്ളതിനെ വിമർശിക്കുമ്പം അത് കലാകാരന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിമർശിക്കുന്നവർ തന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മളിന്ന് കാണുന്നുണ്ട്. വ്യാപകമാണത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമ ഉണ്ടല്ലോ, പ്രസ്തമായ ചിത്രസനത്തിൻ്റെ കാണുന്ന സിനിമ, നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട എക്കാലത്തെ മലയാളത്തിലെ ഹിറ്റുകളിലൊന്നാണ്. ശരിക്കും സിനിമയുടെ ആദ്യത്തെ പേര് വേറെ ഒന്നായിരുന്നു. ആ പേര് തന്നെ നിലക്കാലം പറയുന്നില്ല. അന്ന് ഒരു വലിയ സമുദായം നമ്മുടെ നാട്ടിൽ ഒരു സമുദായ സംഘടനയെ സമുദായക്കാർ രംഗത്തിറങ്ങി ഇത് ഞങ്ങളുടെ സമുദായത്തെ കളിയാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വേളം വയ്ക്കുകയും പിന്നീടാണ് ഈ പൊന്മുട്ടയിടുന്ന ആ ഭാഗം മാറ്റിയിട്ട് താറാവെന്നാക്കിയത്. അതുപോലെ വേറൊരു സിനിമ പി ജി വിശ്വംഭരൻ്റെ ഒരു സിനിമയും ഇതുപോലെ പണ്ട് ആ സിനിമയുടെ പേര് ഞങ്ങൾ മറന്നുപോയി, അശോകൻ കവിച്ചൊരു സിനിമയാണ്. അതിൽ ഇതേ പ്രശ്നം നേരിട്ടിരുന്നു അന്ന്. പക്ഷെ അത് വലിയ വിവാദങ്ങളെ. പക്ഷേ ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സിനിമകളൊക്കെ പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. നോർമലൊരു സിനിമ വരുന്നതിനേക്കാളും ഇത്തരത്തിലൊരു വിവാദത്തിൻ്റെ ആകുമ്പോഴൊരു ഒരു സിനിമ വരുമ്പം അതിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും. ആളുകാർക്ക് എന്തോ സംഭവം നമുക്ക് കണ്ടുകളയാമല്ലോ എന്ന് ചിന്തിക്കും. ഇവിടെ പക്ഷേ കേരളത്തിലെ നിലവിലെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ലോകത്ത് എന്ത് കണ്ടാലും നമ്മളൊക്കെ വർഗീയതയെ കാണുന്നൊരു രീതിയുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇസ്ലാം ഫോബിയ നന്നായി വിറ്റുപോകുന്ന ഒരു സംഗതി കൂടിയാണ്. നമുക്കറിയാം തന്ത്രമാണത്. നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെ അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആകാനാണ് സാധ്യത എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും. പക്ഷേ ഈ സിനിമയുടെ നിർമ്മാതാക്കളും സംവിധാനമൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി അവർ പോലീസിന് പരാതി കൊടുക്കണം, നിയമം അവിടെ സ്വീകരിക്കണം. അതല്ലാതെ ഞങ്ങൾ സിനിമ പിൻവലിക്കുന്നു എന്ന് പറയുന്ന കാര്യമില്ലല്ലോ. ഇപ്പം ഷാനി ഇപ്പൊ പറഞ്ഞ പോലെ പഴയ സിനിമകൾ ഇപ്പൊ പറഞ്ഞു, ആ പഴയ സിനിമകൾ ഇന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്നത് അത് അത്രമാത്രം പ്രസക്തി അല്ലെങ്കിൽ അത്രമാത്രം ആസ്വദിപ്പിക്കുന്ന ഒരു ആയതുകൊണ്ടാണ്. അപ്പം ഈ വിവാദം സത്യം പറഞ്ഞാൽ അഥവാ വിവാദം വന്നെങ്കിൽ പോലും വിവാദത്തിന് മുകളിൽ ഒരു ആസ്വാദനത്തിന്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പ്രേക്ഷകർ അതിനെ സ്വീകരിക്കും. അതേ സ്ഥാനത്ത് തന്നെ വിവാദം വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്ത പടങ്ങൾ ആൾക്കാർ എന്താണ് നമുക്ക് ഒരുപക്ഷെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വിവാദങ്ങളിൽപ്പെട്ട എത്ര സിനിമകൾ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ടാവും. അത് ശരിയാണ്. മാത്രമല്ല ഈ പണ്ടത്തെ കാലത്ത് സിനിമ എടുക്കുമ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായാൽ, ഒരു വിവാദ സംഭവം ഉണ്ടായാൽ അതിനെ ആസ്പദമാക്കി സിനിമ എടുക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഒരു കേരളത്തിലെ ഒരു വൈദികൻ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1960-കളിൽ അന്ന് വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു സ്ത്രീയുടെ മരണം ഉണ്ടായിരുന്നു. ഒരു വൈദികനെയാണ് അന്ന് ശിക്ഷിക്കുക ചെയ്തത്. പിന്നെ അതിന് വെറുതെ വിട്ടു തോന്നുന്നു. ഈ സംഭവം ബന്ധപ്പെട്ട അത് നല്ല മാർക്കറ്റിംഗ് സാധ്യതയുള്ള സാധനമാണ്. അത് വൈദികൻ, ഈ സ്ത്രീ ഇതൊക്കെ പറയുമ്പോൾ അപ്പം അതിന് 2 സിനിമ വന്നു. മാടത്തെരുവ് കൊലക്കേസും മൈനത്തെരുവ് കേസും. രണ്ടും ഈ സംഭവം നടന്ന സ്ഥലവുമായി ഏതാണ്ട് ബന്ധമുള്ള പേരുകളാണ് രണ്ടുപേരും കൊടുത്തിരുന്നത്. ഒന്ന് ഉദയ എം കുഞ്ചാക്കോ ആലപ്പുഴ അവർ ഒന്ന് മെരിലാൻഡ് എടുത്തു. പക്ഷേ 2 സിനിമ ഓടി. കാരണം ഈ വിഷയം അതായതുകൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ വന്ന യഥാർത്ഥ സംഭവങ്ങൾ ആസ്പദമാക്കി സിനിമ എടുക്കുന്നത് ഒരു രീതി ഇപ്പം അല്പം കുറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് ഇവർ അതൊക്കെ ചെയ്തിരുന്നതും വിവാദത്തിന് വേണ്ടി തന്നെ ആയിരിക്കാമെന്ന് ഉറപ്പാണ്. കാരണം ഇതൊരു വിവാദ വിഷയമാകുമ്പോൾ ആൾ കാണാൻ താല്പര്യം കൂടുമല്ലോ. അല്ല, യഥാർത്ഥ സംഭവം ആസ്പദമാക്കി ഇപ്പോഴും സിനിമ ഇറങ്ങുന്നുണ്ട്. അന്ന് സ്ഥിര പരിപാടിയായിരുന്നത്. ഇപ്പം എന്താണ് തങ്കമണി സംഭവം നടന്നു കഴിഞ്ഞപ്പം അതിനാസ്പദമാക്കി സിനിമ വന്നിരുന്നു. നമുക്ക് അത് തന്നെ ഇപ്പൊ പറഞ്ഞ വിഷയമായിട്ട് ഏറ്റവും ഉദാഹരണം ആ സിനിമ പ്രേക്ഷകരാരെങ്കിലും കണ്ടതായിട്ട് കൂടി അല്ലെങ്കിൽ പിന്നെ ഇറങ്ങിയ സിനിമ പണ്ടിറങ്ങിയ സിനിമ വിജയിച്ചിരുന്നു.
അതെ. അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ സംഭവം നടന്നത്. അന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു, പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രം. ആ സിനിമ ഹിറ്റായിരുന്നു അന്ന്. പക്ഷേ ഇപ്പം ഇറങ്ങിയപ്പോഴോ ഇപ്പോഴും OTT-ക്ക് പോലും ആ സിനിമ വേണ്ട. അപ്പം എന്താണ് അല്ലെങ്കിൽ സിനിമയ്ക്ക് ഉള്ളടക്കം അതിന്റെ സിനിമയുടെ ഇതിന് ഉള്ളിൽ കാര്യമുണ്ടെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് തന്നെയാണ്. അപ്പം ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ പ്രത്യേകിച്ച് ഇപ്പൊ കാര്യമുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ല, ഈ വിവാദങ്ങളിലൂടെ സിനിമ വിജയിപ്പിക്കാനാണ് ഈ സിനിമ മക്കളുടെ ഉദ്ദേശിക്കാൻ ശരിയായ നടപടിയല്ല. പരാജയപ്പെട്ട സിനിമ നമുക്ക് തൊട്ട് മുമ്പിലുണ്ട്. ഇപ്പൊ പറഞ്ഞുകൊണ്ട് അല്ല, ഈ ഇത്തരത്തിലുള്ള ഈ ഒരു ഇവര് പറഞ്ഞതുപോലെ ഈ ഇവർ തന്നെയാണ് ഈ ആരും ആരോപണവും ഭീഷണിയൊന്നും മുഴക്കാതെ സിനിമയുടെ മറ്റേ പ്രവർത്തകർ തന്നെ ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്, ഇത് വർഗീയ പ്രശ്നം വന്നു എന്ന് പറഞ്ഞാണ് അവരാണ് ഇതിൻ്റെ വന്നതെങ്കിൽ അത് മോശമാണ്. ഒരിക്കലും കലാകാരന്മാർക്ക് ചേർന്നതല്ല. കലാകാരന്മാരൊരിക്കലും ഇത്രയും ഈ വർഗീയതയും ഇത്തരം കാര്യങ്ങളുമായി ഒന്നും അടുത്ത് നിൽക്കാൻ പോലും പിന്നെ സാധ്യതയില്ലാത്തവർ അങ്ങനെ ചെയ്യരുത് അവരുടെ കാരണവശാൽ. പക്ഷേ ഇവിടെ സംഭവിച്ചതിന് ശരിക്കും ഭീഷണി വന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവർ പരാതി കൊടുക്കട്ടെ. അതല്ല, ഇത് പബ്ലിസിറ്റിക്ക് തന്ത്രമാണെങ്കിൽ അത് മഹാമോശമാണ്. അത് കാരണം ഇന്നിപ്പം മാധ്യമങ്ങളിലൊക്കെ അത് വാർത്ത വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇത് ഒരുപാട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മൊത്തം സിനിമയ്ക്ക് തന്നെ ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട്. നിരൂപണം ചെയ്യുന്നുണ്ട്, റിവ്യൂ നടത്തുന്നവരൊക്കെ ഉണ്ട്. റിവ്യൂക്കാരൊന്നും ഈ സിനിമ കണ്ടില്ലെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു വിഷയം വരുമായിരുന്നു? സ്ഥിര റിവ്യൂക്കാരൊന്നും അല്ല, റിവ്യൂ ചെയ്യുന്നവർ തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ സിനിമ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം. ഞാൻ ഈ സിനിമ സത്യം ഞാൻ കേട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് അങ്ങ് പോസ്റ്റർ ഒട്ടിച്ചായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ സിനിമാ വാർത്തകൾ ശ്രദ്ധിച്ച കൂട്ടത്തിൽ ഈ ഒരു സിനിമ കണ്ടെന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇത് വളരെ പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ അത്ഭുതകരവും വിചിത്രവുമാണ് സിനിമാ രംഗത്ത് നിന്ന് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇത് ഒരിക്കലും കേരളം പോലുള്ള സംസ്ഥാനത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ്. ശരിക്കും ഭീഷണി ഉയർന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പരാതി കൊടുക്കുക. അതല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പം ബേറ്റി ബൽറാം എന്ന് പറഞ്ഞതുപോലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ അത് മോശമായി, അത് ശരിയല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.